Hi everybody, and a warm welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിനെ കുറിച്ചാണ്. ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഇപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂൾ ആകെ 2 ചാപ്റ്ററുകളെ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കോപ്പറേറ്റീവ് ബാങ്കുകളെയും സംബന്ധിച്ചാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് സ്പീഡിൽ നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ടായ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ടായത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 1949 വരെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കമ്പനീസ് ആക്ടല്ല, 1956 കമ്പനീസ് ആക്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് ആ കമ്പനീസ് ആക്ടല്ല, 1913 ഒരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകളും മറ്റ് കമ്പനികളെന്ന പോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകളും നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് കുറേ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കുറേ ബാങ്കുകൾ കടന്നു വന്നു. അതുപോലെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് പല മിസ്മാനേജ്മെൻറ്റുകളും ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്നല്ല, മൊത്തം ബാങ്കിങ് സെക്ടറിൽ കുറേ മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഡിക്വേറ്റ് ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ പുവർ മാനേജ്മെൻറ്റും കാരണം ശരിയായ രൂപത്തിൽ മാനേജ് ചെയ്യാൻ അറിയാത്തതും അല്ലെങ്കിൽ ചെയ്യാത്തതും കൊണ്ടും, അതുപോലെ ലിക്വിഡിറ്റി ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെപ്പോസിറ്റേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അവരെ പൈസ എടുത്ത് തിരിച്ചു കൊടുക്കണം. അതിന് ലിക്വിഡായിട്ട് ഫണ്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ലിക്വിഡിറ്റിയും ഇല്ലാത്തതുകൊണ്ട്, പുവർ മാനേജ്മെൻറ്റും പുവർ ലിക്വിഡിറ്റിയും കൊണ്ട് പല ബാങ്കുകളുടെയും സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ ഹെൽത്ത് പരിതാപകരമായ സ്ഥിതിയിൽ ആയിരുന്നു. ഇതിന് പുറമെയാണ് ഒരു സമയത്ത് കുറേ ബാങ്കുകൾ കൂണ് പോലെ മുളച്ചു കൊണ്ടാൻ തുടങ്ങി. അതേപോലെ തന്നെ അത് അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തു. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്, ജനങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുതന്നെയാണ് അക്കാലത്തും സംഭവിച്ചത്. ഇങ്ങനെ ബാങ്കുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടച്ച് പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെ പിന്നെന്താ പറയുന്നത്, അപ്പോൾ ഈ സിറ്റുവേഷൻ ഇന്ത്യയിൽ ശക്തമായൊരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിനെ മൊത്തം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആവശ്യമാക്കി. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഇന്ത്യയിലെ ബാങ്കുകളെ നിയന്ത്രിക്കാൻ നല്ല ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആവശ്യമാക്കി. അപ്പോൾ നോക്കിയേ, ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി ഇൻ മാർച്ച് 1948, a bill has presented in the parliament and passed in February 1949. അപ്പോൾ ഇതിനു വേണ്ടി ഈ സാഹചര്യത്തിൽ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് പഠിക്കാൻ ഗവൺമെൻറ് നിയോഗിച്ചൊരു കമ്മിറ്റിയായിരുന്നു സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി. അവർ 1948 അവരുടെ റിപ്പോർട്ട് നൽകി. അതുപ്രകാരം ഇന്ത്യയിൽ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഫെബ്രുവരിയിൽ പാസ് ചെയ്യുകയും ചെയ്തു. 1949 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഒരു പുതിയ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്തു. അതാണ് ഇന്നും നിലനിൽക്കുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലൊരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ഉടലെടുത്ത കുറേ സാഹചര്യങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഉണ്ടായത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 was to protect the interest of investors and also to control mismanagement of bank authorities. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്
ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ബാങ്ക് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്മാനേജ്മെൻറ്റുകൾ തടയുക അല്ലെങ്കിൽ അതിനെ തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ബാങ്ക് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്മാനേജ്മെൻറ്റിന് തടയിടുക എന്നുള്ളത്. അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളെ അക്കാലത്ത് ഈ 1949 ആക്ട് വരുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാധകമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1966 ഇത് ബാധകമാക്കുന്നത്, അല്ലേ? അതായത് എന്താ പറയുക, ഇൻ ഓർഡർ ടു സേഫ് ഗാർഡ് ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പറേറ്റീവ് സെക്ടർ in the cooperative sector, the Banking Regulation Act was amended from 1st March 1966. The provisions and rules of Act is made it applicable to cooperative banks also. അല്ലേ? 1966 മാർച്ചിലെ എന്താ പറയുക, ഈ കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടറുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെ താല്പര്യങ്ങളെ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൂടി എന്ത് ചെയ്തു, ബാധകമാക്കി. 1966 അങ്ങനെ ബാധകമാക്കുന്നത്. ഏകദേശം 17 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ബാധകമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ടായതും അത് കോപ്പറേറ്റീവ് സെക്ടറുകൾ കൂടി ബാധകമായതും. ഓക്കെ അല്ല, ഇനി നമ്മൾ പറയുന്നത് റെഗുലേറ്റീവ് ഫ്രെയിംവർക്ക് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ള ലീഗൽ ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലേ? കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ലീഗൽ ഫ്രെയിംവർക്ക്, ഏതൊക്കെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് അവരെ നിയന്ത്രിക്കുന്ന അതോറിറ്റികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. The activities of cooperative urban banks are controlled and regulated by Urban Bank section of RBI. അല്ല, കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI സെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അർബൻ ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു എന്തുണ്ട്, അർബൻ ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരാണ് എന്തിനെ നിയന്ത്രിക്കുന്നത്, രാജ്യത്തുടനീളമുള്ള അർബൻ ബാങ്കുകളെ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് നിയന്ത്രിക്കുന്നത്. Whereas the activities of state and district cooperative banks are directed and controlled by RBI and NABARD. അതേസമയം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും നിയന്ത്രിക്കുന്നത് RBIയും നബാർഡും ചേർന്നിട്ടാണ്, അല്ലേ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെയും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് RBIയും അതുപോലെ നബാർഡും ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. The control and regulation and expansion programs of urban cooperative banks are in the hands of Urban Bank Department of RBI. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകൾ RBIയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലാണ്, അല്ലെങ്കിൽ RBIയുടെ അർബൻ ബാങ്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞു. അതേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കീഴിലാണ് ഇവരുടെ എക്സ്പാൻഷനും കൺട്രോൾ റെഗുലേഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോഗ്രാമുകളൊക്കെ അവരുടെ തന്നെ കീഴിൽ തന്നെയാണ്, അല്ലേ? അതേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കീഴിലാണ്. അതുപോലെ നോക്കിയാൽ ഫോർമേഷൻ ഓഫ് ന്യൂ അർബൻ ബാങ്ക്സ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ന്യൂ ബ്രാഞ്ചസ് ഓഫ് അർബൻ ബാങ്ക് ആർ കൺട്രോൾഡ് ബൈ റീജിയണൽ ഓഫീസേഴ്സ് ഓഫ് RBI. അല്ല, ഒരു അർബൻ ബാങ്കുകൾക്ക് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനും പുതിയ അർബൻ ബാങ്കുകൾ, അല്ലെ, എക്സ്ട്രീംലി പുതിയ അർബൻ ബാങ്കുകൾ ഓപ്പൺ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് RBIയുടെ റീജിയണൽ ഓഫീസുകളുണ്ട്. RBIക്ക് 4 റീജിയണൽ ഓഫീസുകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് എന്തിനെ നിയന്ത്രിക്കുക, അർബൻ ബാങ്കുകൾക്ക് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു അർബൻ ബാങ്ക് തുടങ്ങണമെങ്കിലോ അവരെയാണ് സമീപിക്കേണ്ടത്. അതുപോലെ നോക്കിയാൽ കറന്റ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് അക്യുമുലേറ്റഡ് ലോസ് ഓഫ് അർബൻ ബാങ്ക്സ് ആർ ഓൾസോ അണ്ടർ ദ ഡയറക്റ്റ് റെഗുലേഷൻ ഓഫ് RBI. അതുപോലെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകളുടെ ക്യാഷ് റിസർവ് റേഷ്യോ CRR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR തുടങ്ങിയ കാര്യങ്ങളൊക്കെ RBIയുടെ
ഡയറക്റ്റ് റെഗുലേഷൻ്റെ കീഴിലാണ്. അല്ല, RBI എത്രയാണ് നിശ്ചയിക്കുന്നത് അത് കൊമേഴ്സ്യൽ ബാങ്കുകളും ഇപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഒക്കെ അത് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ അർബൻ ബാങ്കുകളും അത് ഫോളോ ചെയ്യണം അല്ലേ. ഇനി നോക്കിയേ, in order to ensure that the cooperative banks are protecting the interest of depositors and also to see that it function within the strict direction of RBI, investigations are conducted annually or once in 2 years by RBI and NABARD. കോപ്പറേറ്റീവ് ബാങ്കുകൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ RBIയുടെ സ്ട്രിക്റ്റ് ഡയറക്ഷൻസിൻ്റെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നബാർഡും RBIയും വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു തവണയോ അവരെന്ത് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ RBIയുടെ സ്ട്രിക്റ്റ് റെഗുലേഷൻസിനനുസരിച്ചാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി RBIയും നബാർഡും ചേർന്ന് എന്ത് നടത്താറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രവർത്തിക്കുന്നത്. അല്ല, അർബൻ ബാങ്കുകൾ RBIയുടെ അർബൻ ബാങ്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുന്നതും അത് എക്സ്പാൻഡ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് കീഴിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പുതിയ അർബൻ ബാങ്ക് ഓപ്പൺ ചെയ്യുക, അതുപോലെ പുതിയ അർബൻ ബാങ്കിന് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് റീജിയണൽ ഓഫീസുകളാണ്, RBIയുടെ റീജിയണൽ ഓഫീസുകളാണ്. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഏതിൻ്റെ കീഴിലാണ്, നബാർഡിനും RBIക്കും കീഴിലാണ് അല്ലേ. അതുപോലെ തന്നെ ഇനി RBIക്ക് കീഴിലല്ലാത്ത കുറച്ച് അർബൻ ബാങ്കുകളുണ്ട്. അത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളും പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ്. അത് രണ്ടും RBIക്ക് കീഴിലല്ല, മറിച്ച് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും നബാർഡിനും കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതായിട്ടുള്ളത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രവർത്തിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്. അല്ലാതെ നമ്മൾ ഇന്ത്യയിലൊരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എങ്ങനെയാണ് വന്നത് എന്നും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എങ്ങനെയാണ് അത് അപ്ലിക്കബിൾ ആയത് എന്നും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എങ്ങനെയാണ് എന്നും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.